ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഹലോ എവരിബഡി, ദിസ് ഇസ് ജിറ്റോ സീമൻ ഹിയർ. ഇപ്പം ഞാൻ ഒരു പോലീസ് പിടിച്ച സമയത്ത് ഉണ്ടായ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോയിലേക്ക് വന്നേക്കുന്നത്. ഇപ്പോൾ സംഭവം കണ്ട പോലെ തന്നെ ഞാൻ കുറച്ച് കണ്ണൂർ സൈഡിൽ കുറച്ച് ഏരിയകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോയേക്കായിരുന്നു. താബോർ മലകൾ, പിന്നെ ചാത്തമംഗലം ഹിൽസിൽ പോയിട്ട് കുറച്ച് ഓഫ് റോഡൊക്കെ അടിച്ച്, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കുഞ്ഞിപ്പറമ്പ കേവ്, ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് ലോക സിനിമയില്ലേ, ലോക സിനിമയുടെ ഉള്ളിൽ ഷൂട്ട് ചെയ്ത് നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുഹയുടെ അകത്തുള്ള കുറേ ഷോട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായല്ലോ. അതൊക്കെ ഈ കണ്ണൂരിലുള്ള കുഞ്ഞിപ്പറമ്പ കേവിലാണ് ആ ഷൂട്ടൊക്കെ എടുത്തത്. അപ്പോൾ ആ ഒരു സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് കൂട്ടുകാരൻ്റെ വീട്ടിൽ പോണ വഴിക്കാണ് പോലീസ് ഒന്ന് കൈ കാണിച്ചത്. അപ്പോൾ പോലീസ് കൈ കാണിച്ചു, നോർമലായിട്ട് കൈ കാണിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നമ്പറൊക്കെ എടുത്തിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചെക്ക് ചെയ്യുന്ന സമയത്ത് പോലീസുകാർ പറഞ്ഞു നിന്റെ പൊല്യൂഷൻ കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട്, എൻ്റെ പൊല്യൂഷൻ ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല എന്ന് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അത് ഇവിടെ സിസ്റ്റത്തിൽ കാണിച്ചേക്കുന്നത് പൊല്യൂഷൻ കഴിഞ്ഞു എന്നാണ്. അപ്പോൾ പറഞ്ഞു ഇല്ല സാറേ, ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറയണേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പൊല്യൂഷൻ കഴിയാനുള്ള സാധ്യത ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫോണൊക്കെ എടുത്തിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പൊല്യൂഷൻ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ. ഞാൻ ഡേറ്റ് എങ്ങനെയാണ് സാറേ ഞാൻ കാണിച്ചു തരാം, എൻ്റെ പൊല്യൂഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോണൊക്കെ എടുത്തിട്ട് നോക്കുന്ന സമയത്താണ് 6 ദിവസം മുമ്പ് പൊല്യൂഷൻ കഴിഞ്ഞു. ഓഹ് ഭയങ്കര 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 കോൺഫിഡൻസ് ഒക്കെ ആയിട്ട് ജാടയൊക്കെ ഇടിച്ചിട്ട് ഇങ്ങനെ പോലീസിനോട് പറയായിരുന്നു. അപ്പോഴാണ് അറിഞ്ഞ് മൂഞ്ചിപ്പോയിന്ന്. ചെറിയ മൂഞ്ചിലായിരുന്നില്ല, ചീറ്റിപ്പോയല്ല സാറേ, അറിഞ്ഞില്ല കഴിഞ്ഞു പോയത് എന്ന് ചെറുതായിട്ട് ഞങ്ങൾ സാറിനോട് പറഞ്ഞു. ആ ഫുട്ടേജാണ് ഇപ്പോൾ കാണുന്നത്. അതെ അതെ, പൊല്യൂഷൻ ഇല്ല, പൊല്യൂഷൻ ഉണ്ട്, പൊല്യൂഷനൊക്കെ ഉണ്ട്. അത് തന്നെ, പൊല്യൂഷനൊക്കെ ഉണ്ട്. പൊല്യൂഷൻ കാണിച്ചു തരാം, പൊല്യൂഷനൊക്കെ ഉണ്ട്. ഞാൻ അതെ അതെ, ജനുവരി ഫെബ്രുവരി മാർച്ച്. നീ തീർന്നു, ഇത്ര അഹങ്കാരം പാടില്ലടാ, നീ തീർന്നടാ, നീ തീർന്നു. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു ജസ്റ്റ് 6 ദിവസമല്ലേ കഴിഞ്ഞേക്കണേ, കുഴപ്പമില്ല. നോർമലി പൊല്യൂഷനൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 2000 രൂപയ്ക്കാണ് അടയ്ക്കേണ്ടി വരാം, കുഴപ്പമില്ല, ഒരു 250 രൂപ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓ ആശ്വാസം. നേരിട്ട് പിന്നെ സോറിക്കും പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വിട്ടു പോന്നു. അപ്പം അതാണ് കുഞ്ഞൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ വണ്ടിയിൽ പൊല്യൂഷൻ കഴിഞ്ഞാൽ പോലും അറിയൂല, അതാണ് ഏറ്റവും വലിയൊരു സിറ്റുവേഷൻ. ഇപ്പോൾ നോർമലി ഇപ്പോൾ നമ്മുടെ ഇൻഷുറൻസും ഉണ്ട്, പൊല്യൂഷനും ഉണ്ട് നമ്മുടെ വണ്ടിക്കുള്ളത്. ഇപ്പോൾ ഇൻഷുറൻസ് കഴിയണേക്കാളും 1 മാസം മുമ്പ് 2 ആഴ്ച മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ഇൻഷുറൻസ് കമ്പനിയുടെ റിമൈൻഡർ വരും, എൻ്റെ ഇൻഷുറൻസ് തീരാറായി, ഇൻഷുറൻസിന് റിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരും, ഇൻഷുറൻസിൽ നിന്ന് കോള് വരും, എല്ലാ കാര്യങ്ങളും വരും. പക്ഷെ പൊല്യൂഷൻ തീരണ സമയത്ത് പൊല്യൂഷൻ തീരാറായി എന്ന് മെസ്സേജ് വരില്ല, പൊല്യൂഷന് തീരാറായി എന്ന് പറഞ്ഞ് കോള് വരില്ല. ആകെ 150 രൂപയുടെ കാര്യമുള്ളൂ. അപ്പോൾ ആ ഒരു 150 രൂപയുടെ കാര്യം പിന്നെ അത് വേറെ പ്രൈവറ്റ് ആയിട്ട് ആർക്കും ഇങ്ങനെ ലാഭമൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ തീരാറായി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഒന്നും വരുമൊന്നുമില്ല. പക്ഷേ ഇൻഷുറൻസ് തീരാറായി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വയ്ക്കും വരും. ഇപ്പം മെയിനായിട്ട് നമ്മൾ സാധാരണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ പൊല്യൂഷൻ തീരാറായോ എന്നൊന്നും ഇപ്പോഴും അറിയാനൊന്നുമില്ല. ഇതുപോലത്തെ മെസ്സേജുകൾ നോട്ടിഫിക്കേഷൻ വന്നാലാണ് പൊല്യൂഷൻ കഴിയാറായി എന്ന് വല്ലതും അറിയുള്ളൂ. ഇത് ഇങ്ങനെ അറിയാതെ നമ്മൾ പോവുകയും ചെയ്യും. അൺഎക്സ്പെക്റ്റഡ് പോലീസ് കൈ അയക്കുന്ന സമയത്തായിരിക്കും നമ്മൾ അറിയുന്നത് പൊല്യൂഷൻ കഴിഞ്ഞു എന്ന് തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ വലിയ ഫൈൻ എമൗണ്ടൊക്കെ അടയ്ക്കേണ്ടി വരും. ഭാഗ്യത്തിന് ഈ പോലീസുകാരെ വളരെ നല്ലതായതുകൊണ്ട് വെറും 250 രൂപയ്ക്ക് ഒതുക്കി തന്നു. രൂപ അടയ്ക്കേണ്ട ഫൈനാണ്. 8-ാം തീയതി ആയതുകൊണ്ട് 25 രൂപ ഇത് പോകും, എടുത്താൽ മതി. ഞാൻ വിട്ടുപോയി, ഒരു ദിവസം കഴിഞ്ഞു പോലും വിചാരിച്ചില്ല. മാർച്ചിൽ അടയ്ക്കാം, ഗൂഗിൾ പേ ഉണ്ട്.
എന്റെ പ്രശ്നമില്ലാന്ന് വെച്ചത്, കാരണം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞു എന്നുള്ളത് അറിഞ്ഞില്ല. ഞാൻ ഒന്നും പ്രശ്നമില്ലെന്ന് വെച്ചോണ്ടിരിക്കണേ, കഴിഞ്ഞു എന്നുള്ളത് അറിഞ്ഞില്ല. ഞാൻ അങ്കോലിയാ. എടാ പൊല്യൂഷൻ കഴിഞ്ഞെന്ന് ഞാനും അറിയണ പോലുമില്ല. ഞാനെന്റെ ഒരു വർഷം ചെയ്തു എന്നാണ് എന്റെ ഓർമ്മ. ഞാൻ വിട്ടുപോയി. അപ്പോൾ ജസ്റ്റ് ഒരു കുഞ്ഞൊരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയെന്ന് പറഞ്ഞെന്നുള്ളൂ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ വീഡിയോ ടുഡേ. പീസ് ഔട്ട്. ചെക്കിങ് ഉണ്ട്. ആ, എനിക്ക് പൊല്യൂഷൻ ഒന്നും കിട്ടിയുള്ളൂ, ഇപ്പം കിട്ടിയുള്ളൂ.